എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോദ്രേജ് ഇൻവെർട്ടർ സ്പ്ലിറ്റ് AC-യുടെ PCB ആണ് നോക്കാൻ പോകുന്നത്. ഇത് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് F6 എറർ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ഒരു ബോർഡിൽ F6 എറർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എററാണ്. കമ്മ്യൂണിക്കേഷൻ എറർ വരുമ്പോഴാണ് ഈ ഒരു ബോർഡിൽ F6 എന്നുള്ള എറർ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൽ കമ്മ്യൂണിക്കേഷൻ എറർ വരുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ എല്ലാ വയറും കാര്യങ്ങളൊക്കെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഔട്ട്ഡോർ PCB, ഇൻഡോർ PCB, ഡിസ്പ്ലേ ഇതിനകത്ത് വരുന്നത് PG മോട്ടറാണ്. PG മോട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. AC ടൈപ്പ് PG മോട്ടറാണ് ഇതിൽ കണക്ഷൻ വരുന്നത്, അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് എന്തുകൊണ്ടിട്ടാണ് ഇതിനകത്ത് ഈ എറർ വരാൻ കാരണമെന്ന് നോക്കാം. അപ്പോൾ ഞാനൊന്ന് പവർ ഓൺ ചെയ്യാണ്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൊണ്ട് അമർത്തുക, പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായി. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഞാനിത് പവർ ഓൺ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പവർ ലൈറ്റ് കത്തിക്കിടപ്പുണ്ട്. ഇപ്പോൾ 17 ഡിഗ്രി സെൽഷ്യസിലോട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഇൻഡോർ ഫാൻ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻഡോർ ഫാൻ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. ഔട്ട്ഡോറിനകത്ത് 2 LED ഉണ്ട്, ഒരു റെഡും ഒരു ഗ്രീനും. ഈ 2 LEDകളും കത്തിയിട്ടില്ല, അതായത് ഇതിനകത്ത് സപ്ലൈ വന്നിട്ടില്ല എന്ന് അർത്ഥം. സപ്ലൈ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകത്ത് ഈ ഒരു 2 LED കത്തിയേനെ. F6 എന്നുള്ള എറർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ F6 എന്നുള്ള ആ എറർ ഇതിൽ ഷോ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന് കസ്റ്റമർ കൊണ്ടുവന്നിരിക്കുന്ന കംപ്ലൈൻറ്റ്. നമുക്കിപ്പോൾ തന്നെ അറിയാൻ കഴിയുന്നുണ്ട് ഇതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റ് വർക്കിംഗ് അല്ല. ഔട്ട്ഡോർ യൂണിറ്റിൽ എല്ലാ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഔട്ട്ഡോർ യൂണിറ്റിലോട്ട് എത്ര വോൾട്ടേജ്, AC വോൾട്ടേജ് കറക്റ്റായിട്ട് ചെല്ലുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് മൾട്ടിമീറ്റർ നമ്മളിവിടെ വെച്ചു. അത് AC മോഡിലാണ് ചെക്ക് ചെയ്യേണ്ടത്. AC വോൾട്ടേജ് ചെല്ലുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ 236 വോൾട്ട് AC ഇതിനകത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബോർഡ് ഓൺ ആകുന്നില്ല. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കണക്ഷനൊക്കെ ഊരി വിട്ടിട്ട് നമുക്ക് ഈ ഔട്ട്ഡോർ യൂണിറ്റ് ബോർഡ് മാത്രമായിട്ട് പരിശോധിക്കാം. ഔട്ട്ഡോർ യൂണിറ്റ് ബോർഡാണ് കംപ്ലൈൻറ്റ്. ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഷോർട്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഈ ഒരു ബോർഡ് ഓൺ ആവാത്തതെന്ന്, ഇതിനകത്ത് പവർ സപ്ലൈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഈ ഒരു ബോർഡ് ഈ ഒരു ക്യാബിനകത്ത് നിന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് വരാം. ഇതിൻ്റെ കേസിൽ നിന്ന് ഞാൻ ഈ ബോർഡ് അഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്കിതിനകത്ത് എന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടോ ഇല്ലയോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. കാര്യം നമുക്കിതിനകത്തോട്ട് സപ്ലൈ AC 230 വോൾട്ട് വരുന്നുണ്ട്, പക്ഷേ ഓൺ ആകുന്നില്ല. ഇൻവെർട്ടർ AC PCBയുടെ ഒരു സ്വിച്ചിങ് രീതി അനുസരിച്ചിട്ട് നമുക്കിവിടെ ഒരു PTCയും ഒരു റിലേ ഉണ്ടാവും. കാര്യം ആദ്യം PTC എന്നായിരിക്കും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സിസ്റ്റം ഓൺ ആയതിനു ശേഷമേ ഈ റിലേ വർക്ക് ചെയ്ത് കറക്റ്റ് കോണ്ടാക്റ്റിങ് ഉണ്ടാവുള്ളൂ. അതുവരെ നമുക്ക് PTCയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ റിലേ ഓൺ ആയില്ല എന്നുണ്ടെങ്കിൽ PTC ഇതിനകത്ത് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ PTCയുടെ വാല്യൂ കൂടിയിട്ട് ഇവിടെ ആ സപ്ലൈ ബ്ലോക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മറിച്ച് വെച്ചിട്ട് ഇതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ റെക്ടിഫയർ ഡയോഡ് ഇവിടെ വരും. ഇത് ബൂസ്റ്റപ്പ് ഡയോഡ്, ഇവിടെ IGBT, IPM ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ആദ്യം നമുക്ക് ഈ DC സൈഡിൽ, അതായത് ഈ റെക്ടിഫയറിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇത് പോസിറ്റീവ് സൈഡ്, ഇത് നെഗറ്റീവ് സൈഡ്. അപ്പോൾ ആദ്യം ഇവിടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. കാര്യം ഇവിടെ മൊത്തം മറ്റേ വാക്സ് കോട്ടിങ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് കോണ്ടാക്റ്റ് കിട്ടത്തില്ല. കോണ്ടാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സൈഡ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി മൾട്ടിമീറ്റർ ഞാൻ ബീപ്പ് മോഡിലാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഈ 2 സൈഡിലും ഇവിടെ ബീപ്പുണ്ട്, പക്ഷെ ഇവിടെ ബീപ്പ് വരുന്നില്ല. അതായത്
DC സൈഡിൽ കുഴപ്പമില്ല. അത് കണക്ക് തന്നെ നമുക്ക് AC വരുന്ന ഈ ഡയോഡിൻ്റെ AC വരുന്ന സൈഡും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ നമുക്ക് ഷോർട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് IGBTയുടെ സൈഡാണ്. IGBTയിൽ എന്തെങ്കിലും ഷോർട്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് IGBTയുടെ ഡ്രെയിനാണ് സെൻറ്ററിൽ വരുന്നത്, സൈഡിൽ വരുന്നത്. സോഴ്സും ഡ്രെയിനും ആയിട്ട് എന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അവിടെയും ഷോർട്ടിങ്ങോ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു സെക്ഷൻ മുഴുവനും നമുക്ക് ഷോർട്ടിങ് ഇല്ല. ഇനി നമുക്ക് IPM നോക്കാം. IPMൻ്റെ ഹൈ സൈഡ്, അതായത് UVW സൈഡ് എന്തെങ്കിലും ഷോർട്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കണം. ഇത് അതിനകത്ത് വരുന്ന കോട്ടിങ് ക്ലീൻ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ നെഗറ്റീവ് പ്രോബ് നെഗറ്റീവിൽ വെച്ചിട്ടുണ്ട്, നെഗറ്റീവ് സൈഡിൽ. എന്നിട്ട് ഈ 3 UVWയിലും അതിൻ്റെ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഷോർട്ടിങ് ഇല്ല, Vയിൽ ഷോർട്ടിങ് ഇല്ല, Wയിൽ ഷോർട്ടിങ് ഇല്ല. അപ്പോൾ IPMൽ ഷോർട്ടില്ല, IGBTയിൽ ഷോർട്ടില്ല, റെക്ടിഫയർ ഡയോഡിലും ഷോർട്ടില്ല. കപ്പാസിറ്ററിൻ്റെ സൈഡും ഷോർട്ടിങ് ഇല്ല. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു സെക്ഷൻ മുഴുവൻ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് പവർ സപ്ലൈ, അതായത് ഈ ബോർഡിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യാനുള്ള, അതായത് പ്രോസസ്സർ, റിലേ എല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ ആണ് നോക്കേണ്ടത്. ഈ പവർ സപ്ലൈയിൽ ഒരുപാട് ഔട്ട്പുട്ട് ഉണ്ട്. ഇവിടെ നമുക്ക് 12 വോൾട്ട് VA എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 15 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3.3 ഗ്രൗണ്ട്, ഇവിടെ ഒരു 18 വോൾട്ട്, ഇവിടെ 15 വോൾട്ടിൻ്റെ ടെസ്റ്റിംഗ് പോയിൻ്റ് ഇവിടെ കിട്ടും, 18ൻ്റെ ടെസ്റ്റിംഗ് പോയിൻ്റ് ഇവിടെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രൈമറി സെക്ഷനിൽ ഷോർട്ടിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു സെക്ഷൻ ഷോർട്ടിംഗ് കാണിച്ചാൽ ഇവിടെ ഷോർട്ടിംഗ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു സെക്ഷൻ്റെ, അതായത് ഈ ഒരു ചോപ്പർ സെക്ഷൻ പവർ സപ്ലൈ സൈഡ് സെക്ഷനിൽ ഇതിൻ്റെ സ്വിച്ചിങ് ഐസിയുടെ ഡ്രെയിനും സോഴ്സുമായിട്ട് എന്തെങ്കിലും ഷോർട്ടിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇത് പോസിറ്റീവ് സൈഡാണ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഗ്രൗണ്ട് പൊളാരിറ്റി തിരിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഷോർട്ടിംഗ് ഒന്നുമില്ല, ഇവിടെ കറക്റ്റായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡറി സൈഡിൽ, പവർ സപ്ലൈയുടെ സെക്കൻഡറി സൈഡിൽ എന്തെങ്കിലും ഷോർട്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ബ്ലാക്ക് പ്രോബ് കണ്ട് ഇവിടെ ഗ്രൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്, ഈ ഗ്രൗണ്ടിൽ വയ്ക്കാം. എന്നിട്ട് ഇവിടെ 18 വോൾട്ട്, അവിടെ ഷോർട്ടിംഗ് ഇല്ല. 15 വോൾട്ടിൽ ഷോർട്ടിംഗ് ഒന്നുമില്ല. 3.3 അവിടെയും ഷോർട്ടിംഗ് ഒന്നും കാണിക്കില്ല. ഇനി 12 വോൾട്ടിൽ നോക്കാം. 12 വോൾട്ടിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ നമുക്ക് 145 ഓം ഇവിടെ ഷോർട്ടിംഗ് ആണിത്. ഈ 12 വോൾട്ട് റെയിൽ ഷോർട്ടിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. 145 ഓംസ് കാണിക്കുന്നുണ്ട്. അതായത് ഈ 12 വോൾട്ട് റെയിലിൽ എന്തോ ഷോർട്ടിംഗ് ഉണ്ട്. അപ്പോൾ 12 വോൾട്ട് റെയിലിൽ നമുക്ക് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് റിലേ വരുന്നുണ്ട്, അതിലത്തെ ഒരുപാട് ചെറിയ ചെറിയ കപ്പാസിറ്റേഴ്സുകൾ വരുന്നുണ്ട്, അതായത് SMD കപ്പാസിറ്റേഴ്സുകൾ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഡയോഡാണ്. അപ്പോൾ അതിൻ്റെ ഡയോഡ് നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിക്കണം, ഏതാണ് അതിൻ്റെ ഡയോഡെന്ന്. നമുക്കിവിടെ വോൾട്ടേജ് റെഗുലേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ LD 1117 AC എന്നുള്ള UTCയുടെ ഒരു റെഗുലേറ്റിംഗ് ഐസി വെച്ചിട്ടുണ്ട്.
ഈ ഡയോഡിലാണ് ഷോർട്ടിങ് കാണിക്കുന്നത്. രണ്ടാമത്തെ ഡയോഡ്, ഈ ഡയോഡിൽ ഷോർട്ടിങ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡയോഡ്, ഈ ആദ്യം കാണുന്ന ഈ ഒരു ഡയോഡ്, ഈ ഒക്ടോയുടെ അടുത്ത് വരുന്ന ഈ ഒരു ഡയോഡിലാണ് നമുക്ക് ഷോർട്ടിങ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഷോർട്ടിങ് ആയിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഈ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നത് 2 റിലേ ഉണ്ട്. 2 റിലേയും പിന്നെ ഈ ഒരു വോൾട്ടേജ് റെഗുലേറ്റിംഗ് IC മാത്രമാണ് ഇതിൽ കണക്റ്റഡ് ആയിട്ടുള്ളത് 12 വോൾട്ടിൽ. ഒത്തിരി സമയമെടുത്തു ഞാൻ ഇതിനകത്തുള്ള ഫോൾട്ട് കണ്ടുപിടിക്കാൻ. ഞാനിപ്പോൾ നേരത്തെ നോക്കിയപ്പോഴത്തേക്കും നമുക്കവിടെ ഒരു 144 ഓംസ് റീഡിങ് കാണിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി അത് ഈ ഒരു റിലേ, ഈ ഒരു 12 വോൾട്ടിൽ ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തിട്ടിരിക്കുന്നത് കൊണ്ടിട്ടാണ് ആ ഒരു ഓംസ് വ്യത്യാസം അവിടെ വന്നത്. അപ്പോൾ അതുകൊണ്ടല്ല ഈ ഒരു ഇതിനകത്ത് ഈ വോൾട്ടേജ് ഇത് വർക്ക് ചെയ്യാതിരുന്നത്, ആ ഒരു ഷോർട്ടിങ് കൊണ്ടല്ല. ഇത് ഈ ഒരു പവർ സപ്ലൈയുടെ ഫീഡ്ബാക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ടിട്ടാണ് ഈ ഒരു ICയുടെ, അതായത് നമ്മുടെ സ്വിച്ചിങ് ICയുടെ വരുന്ന ഫീഡ്ബാക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു. ആ ഒരു ഫീഡ്ബാക്ക് ഇതിന് കിട്ടാതെ വന്നതുകൊണ്ടിട്ട് ഈ IC കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സ്വിച്ചിങ് ആവുന്നില്ലായിരുന്നു. അപ്പോൾ അതായിരുന്നു ഇതിനകത്ത് വന്നിരുന്ന വിഷയം. അപ്പോൾ ഇത് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഈ 12 വോൾട്ടിൽ 4 വോൾട്ട് വന്ന് കിടക്കുമായിരുന്നു. ഇത് ഓൺ ആകത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ നേരം എന്താണ് ഇതിൽ ഫോൾട്ടായിട്ടുള്ള ആ ഒരു കമ്പോണൻറ്റ് കണ്ടുപിടിക്കാൻ എനിക്ക് ഒത്തിരി സമയമെടുത്തു. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എന്താണെന്ന് ആ പ്രോബ്ലം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ മൈക്രോസ്കോപ്പിൽ ഒന്ന് നോക്കേണ്ടി വരും. അത് കാണണമെങ്കിൽ അത് ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് ഇവിടുത്തെ ഈ ഒരു 183 എന്നുള്ള ഈ ഒരു റെസിസ്റ്റൻസാണ്. ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറഞ്ഞു പോയി. നമുക്കിവിടെ വരേണ്ടത് 18K ആണ്. പക്ഷേ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.7Kയിലോട്ട് വാല്യൂ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ എങ്ങനെ ഞാൻ കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു പോർട്ടിൽ അത് നല്ല ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ഞാൻ ഇവിടെ കട്ട് ചെയ്തായിരുന്നു. ആ വാല്യൂ ചെക്ക് ചെയ്ത സമയത്ത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് 1.7 എനിക്ക് കിടന്നത്. അങ്ങനെ ഞാൻ ആ ഒരു റെസിസ്റ്ററിൻ്റെ ട്രാക്ക് കട്ട് ചെയ്തിട്ട് ഈ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ ചെക്ക് ചെയ്തായിരുന്നു. വാല്യൂ ചെക്ക് ചെയ്ത സമയത്ത് മൾട്ടിമീറ്റർ ഓംസ് മോഡിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചൂടായത് കൊണ്ടിട്ടാണ് ഇത് 18Kയിലോട്ട് വരുന്നത്. നേരത്തെ ഇത് ചൂടാവാതെയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഈ സോൾഡറിങ് അയണ് വയ്ക്കാതെയാണ് ചെക്ക് ചെയ്തത്. അന്നേരത്താണ് ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടിയത്, ആ 2.7. അതിന് പകരം ഞാൻ വേറൊരു 18Kയുടെ റെസിസ്റ്റൻസ് ഇവിടെ ഈ ഒരു കണക്ഷൻ കൊടുത്തായിരുന്നു. അത് കൊടുത്ത സമയത്ത് ഈ കറക്റ്റായിട്ട് അത് പവർ വന്ന് ഓണായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആ ഒരു റെസിസ്റ്റൻസിൽ കൊടുക്കാൻ പറ്റില്ല. കാര്യം അതിപ്പോൾ ചൂടായിരിക്കുന്നതുകൊണ്ട് അത് കുറച്ച് നേരത്തേക്ക് ആ ഒരു റെസിസ്റ്റൻസിൽ വാല്യൂ ഉണ്ടാവും. തണുത്ത് കഴിയുമ്പോഴത്തേക്കും ആ റെസിസ്റ്റൻസ് വാല്യൂ കുറഞ്ഞ് വർക്ക് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറഞ്ഞ് കംപ്ലൈൻ്റ് ആയിട്ട് പോവാറുണ്ട്. നമ്മുടെ 12 വോൾട്ട് എന്നാണ് ഈ ഒരു റെസിസ്റ്റൻസ് ഞാനിപ്പോൾ ഇവിടെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ അയൺ വെച്ച് ചൂടാക്കിയത് കൊണ്ടിട്ടാണ് ആ ഒരു റെസിസ്റ്റൻസിൽ ഇപ്പോൾ കറക്റ്റ് വാല്യൂ കാണിക്കും. പക്ഷേ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ അങ്ങ് കുറഞ്ഞു പോകും. അപ്പോൾ ഞാനിപ്പോൾ അത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ആവുന്നുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ ഈ ലൈറ്റ് കത്തിയത് കണ്ടോ, ഈ LED ബ്ലിങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്, ആ ചെറിയൊരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടായത്. അപ്പോൾ ഈ ബോർഡ് വർക്കിംഗ് ആയിട്ടുണ്ട്. ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. ഇത് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് എടുത്തത്. രണ്ടാമത് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. ഈ ബോർഡിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കറക്റ്റായിട്ട് ഇത് ഇൻഡോർ ഔട്ട്ഡോറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. കംപ്രസറും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ഫുള്ള് ചെക്ക് ചെയ്തായിരുന്നു ഇത് റെഡിയാക്കി എടുത്തതിന് ശേഷം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.